പഴയ റേഷൻ കാർഡിലുള്ള അപാകതകൾ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ റേഷൻ കാർഡുകൾ കൊണ്ടുവന്നത്. ഇതിന്റെ ഭാഗമായി തെറ്റുതിരുത്തുന്നതിനുള്ള സമയവും സർക്കാർ നീട്ടി. എന്നാൽ അർഹർ പലരും ലിസ്റ്റിൽ കടന്നുകൂടുമ്പോൾ അർഹരായ പലരും പുറത്താകുന്നു. കൊല്ലം സ്വദേശിനി 74-കാരി നബീസ ബീവി ഉൾപ്പെട്ട 9-അംഗ കുടുംബത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. കൊല്ലം പെരുമ്പുഴ പുനുക്കുന്നൂർ തടത്തിൽ വീട്ടിലെ വൃദ്ധയായ ഉമ്മയും ഭിന്നശേഷിക്കാരായ മക്കളും ഉൾപ്പെട്ട കുടുംബത്തിന് ജീവൻ നിലനിർത്താൻ റേഷനരി വേണം. നബീസയും ഭിന്നശേഷിയുള്ള മകളും വൃക്കരോഗമുള്ള മകനും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത മറ്റൊരു മകനുമൊക്കെയായി 74 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 9 പേർ പലപ്പോഴും ഒരു നേരമെങ്കിലും പട്ടിണിയിലാണ്. നല്ല ചില മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത്. ബാക്കി നബീസയും മക്കളും പറയുമ്പോൾ വ്യക്തമാകും. ഇപ്പം ചെന്നപ്പോൾ ഇല്ല, ലിസ്റ്റിനകത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല, എൻ്റെ പേരില്ല. ഞങ്ങൾ 9 പേരുണ്ട്. കഴിയുന്നതിന് മാർഗമില്ല. ഇങ്ങനെ കിട്ടിയെങ്കിലേ, ഈ കാർട്ട് കിട്ടിയെങ്കിലേ ഞങ്ങൾ ജീവിക്കാൻ വെക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. കാർട്ട് കിട്ടിയില്ല, പിന്നെ ഒരാൾ പശുനിയാണ്. പിന്നെ കാർട്ട് ഉള്ള റേഷൻകാർ കിട്ടുന്നില്ല. 5-6 മാസം ആശുപത്രിയിൽ കിടന്നു ചികിത്സയുടെ അസുഖത്തിന്. BPL-ന്റെ താഴെയുള്ള വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുള്ള കുടുംബമാണ് ആരുടെയോ അശ്രദ്ധ കൊണ്ട് റേഷൻ ഗുണഭോക്താവ് പോലും അല്ലാതായത്. 1.5 കോടി ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കാനാണ് കേന്ദ്രം സംസ്ഥാനത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി വരുന്നത്. ഇത് അംഗീകരിക്കാതെ സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും പ്രതിമാസം കുറഞ്ഞത് 15,000 രൂപ മാസവരുമാനമുള്ളവരും BPL കാർഡ് ഉപയോഗിച്ച് റേഷനരി വാങ്ങി വീട്ടിലെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന സംഭവവും നടക്കുന്നു. ശരിക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് നബീസ ബീവിയും കുടുംബവും. അതേസമയം BPL ലിസ്റ്റിൽ നിന്ന് പോലും ഇവർ താഴെപ്പെട്ടു. ചുമ്മാതല്ല കൊല്ലം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരാതിയുണ്ടായത്. ഇവരിതുവരെ പരാതിപ്പെട്ടിട്ടില്ലെന്നുള്ളത് മറ്റൊരു വാസ്തവം. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.